CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് MV ഗോവിന്ദന് വെല്ലുവിളികളില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ പകരക്കാരനായി സെക്രട്ടറി പദം ഏറ്റെടുത്ത MV ഗോവിന്ദനല്ലാതെ മറ്റൊരു നേതാവിന്റെ പേര് പാർട്ടിക്ക് നിലവിൽ മുന്നിലില്ല. കോടിയേരി ബാലകൃഷ്ണന് അസുഖം മൂർച്ഛിനെ തുടർന്ന് 2022 ഓഗസ്റ്റ് 28-നാണ് CPM സംസ്ഥാന സമിതി MV ഗോവിന്ദനെ പുതിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത MV ഗോവിന്ദൻ കൊല്ലത്ത് വെച്ച് സമ്മേളനത്തിനെടുക്കുന്ന സെക്രട്ടറിയായി മാറും. ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആദ്യന്തം സജീവമായി ഇടപെട്ടതോടെ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റം വരുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചെങ്കിലും പാർട്ടി നേതൃത്വം അത് പാടെ തള്ളുകയാണ്. സെക്രട്ടറിയായി തുടരില്ലേ എന്ന് ചോദിച്ചാൽ MV ഗോവിന്ദൻ സംഘടനാ നടപടികളുടെ സാങ്കേതികത്വം കൊണ്ട് അതിനെ പ്രതിരോധിക്കും. ഇല്ല, ഞാനങ്ങനെ പറയുന്നില്ല. എനിക്ക് അങ്ങനെ പറയാൻ അവകാശമില്ല ഭരണഘടനാപരമായിട്ട്. CPIMൻ്റെ ഭരണഘടന അനുസരിച്ച് ഞാനാണ് സെക്രട്ടറി ആവാൻ പോകുന്നത് എന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല. ആരെയാണോ സമ്മേളനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹം കേരളത്തിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിട്ട് വരും. സെക്രട്ടറിയായി തുടരുമെന്ന് ഉറപ്പാണെങ്കിലും പാർട്ടി അച്ചടക്കം പാലിക്കുന്നതുകൊണ്ടാണ് MV ഗോവിന്ദൻ മറുപടി പറയാത്തത്. 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പ്രത്യേക അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുപ്പ്. ആ അജണ്ടയുടെ ഒരു ഉപ അജണ്ടയാണ് സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുപ്പ്. കൊല്ലം സമ്മേളനത്തിൽ വെച്ച് വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ MV ഗോവിന്ദന് ഒരു ടൈം കൂടി സെക്രട്ടറി പദത്തിൽ തുടരാം. ഇപ്പോൾ 72 വയസ്സാകുന്ന അദ്ദേഹത്തിന് അടുത്ത സമ്മേളന കാലത്ത് 75 വയസ്സാകും. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.